ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ മാർക്കറ്റ് കറക്ഷനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 7 ETF കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ETF ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനകത്ത് നല്ല റിസ്ക് ഉണ്ട് എന്നുള്ളത്, അല്ലേ? മിക്കവരും ഇപ്പോൾ സ്റ്റോക്കിൽ മാത്രമായിട്ടാണ് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത് എങ്കിൽ മിക്കവാറുടെ പേരുടെയും സ്റ്റോക്കിലുണ്ടാകുന്ന ലോസ് വളരെ കൂടുതലായിരിക്കും. ഒരു 30% മേലെ ലോസ് ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് കഴിഞ്ഞ 1 വർഷം 2 വർഷമൊക്കെ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നവരുടെ അവസ്ഥയാണ്. വളരെ മുന്നേ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് എന്തായാലും പ്രോഫിറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ETF നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്ര ലോസ് വരാനുള്ള ഒരു ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ സ്റ്റോക്കിലാണെങ്കിൽ കൂടുതലാണ്. കാരണം ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ ഒരു കോമൺ മാൻ കൊണ്ട് പെട്ടെന്ന് പറ്റുന്നൊരു പരിപാടിയല്ല. കാരണം നമുക്കതിന് ഒരുപാട് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ വേറെ ജോലികളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ഇതെല്ലാം പഠിച്ച് കണ്ടുപിടിച്ച് അത്രയും ഇൻട്രസ്റ്റ് വേണം, അത്രയും സമയം നമുക്ക് ഇതിനകത്തോട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ETF എന്ന് പറയുന്നത്. സേഫ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ് ETF ബാധിക്കും. പക്ഷേ നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്രയും റിസ്ക് നമുക്ക് ETF ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൊതുവെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നിഫ്റ്റി 50യുടെ ഒരു ചാർട്ട് അനാലിസിസ് ഒന്ന് ഷോർട്ടായിട്ട് ചെയ്തിട്ട് ഏതൊക്കെയാണ് ആ 7 ETF നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി 50 ഇപ്പോൾ ഈ റീസെൻറ്റ് കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ടിട്ടാണ് ഏകദേശം അതിൻ്റെ ഒരു ഫാള് തുടങ്ങിയത്, അല്ലേ? ഇവിടെ നമ്മളത് കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഇപ്പോൾ നിഫ്റ്റി കറക്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് ഏകദേശമാണ് ഞാൻ പറയുന്നത്, കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല, ഏകദേശം ഒരു 12% നിഫ്റ്റി കറക്റ്റായിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റില്ല, 12% ഈ നിഫ്റ്റി ഇപ്പോൾ ഫാളായിട്ടുള്ളത്, അല്ലേ? പക്ഷേ നമുക്കിപ്പം നമ്മളൊരു സെപ്റ്റംബർ തൊട്ടിട്ട് ഇതിങ്ങനെ മെല്ലെ താഴോട്ട് വീണ് ഇനി വീഴുമോ, ഇനി എത്ര ശതമാനം കൂടി വീഴുമോ എന്നൊക്കെ ഉള്ളതുകൊണ്ട് കുറേ പേര് നമ്മളെ കയ്യിലുള്ള സ്റ്റോക്സ് അല്ലെങ്കിൽ ETF മ്യൂച്വൽ ഫണ്ടൊക്കെ വിഡ്രോ ചെയ്ത് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഇരിക്കുന്നവർക്ക് ഒരു മെസ്സേജ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ചാർട്ട് ഒന്ന് കാണിക്കുന്നത്. ഇപ്പം ഇതിപ്പോൾ 5 വർഷത്തെ ചാർട്ടാണ്. ഏറ്റവും വലിയൊരു ക്രാഷ് വന്ന് നമ്മളെ കോവിഡ് ടൈമിലാണ്, ഈ 2020 കാലഘട്ടത്തിൽ നല്ലതുപോലെ ഫോളോ ചെയ്തു. അത് നമുക്ക് മാറ്റി നിർത്താം, കാരണം അതൊരു എക്സെപ്ഷണൽ കേസസ് ആണ്. അതല്ലാതെ പിന്നെ ഒരു ഫാള് നമുക്ക് വന്നിട്ടുള്ളത് 2021 അവസാനം ഇതേപോലെ ഒരു സെപ്റ്റംബറിൽ കണ്ട ഈ ഫാള് തുടങ്ങിയിട്ട് ഏകദേശം ആ ഫാൾ അവസാനിച്ചത് ഒരു മെയ് ആയപ്പോഴാണ് ആ ഫാൾ അവസാനിച്ചത് ഏകദേശം, അല്ലേ? അപ്പോൾ ഈ സമയത്ത് നിഫ്റ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും വീണത്, അതായത് കോവിഡിന് ശേഷം പിന്നെ നിഫ്റ്റിക്കൊരു കറക്ഷൻ വന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫാള് വന്നു എന്ന് പറഞ്ഞാൽ അത് വീണത് 2021 സെപ്റ്റംബറിൽ തുടങ്ങി ഏകദേശം മെയ് ആയപ്പോൾ മെയ് പകുതിയോട് ജൂൺ നമുക്കൊരു ജൂൺ മാസം ഏകദേശം കൂട്ടാം, ആ സമയത്തോട് കൂടിയാണ് അത് അവസാനിച്ചത്. അപ്പോൾ മേ ബി ആ ഒരു ട്രെൻഡ് നമുക്ക് ബഡ്ജറ്റ് വരുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഓൾമോസ്റ്റ് അടുത്ത ക്വാർട്ടർ റിസൾട്ടുകൾ വരുന്നത് വരെ അത്രയും ഒരു പെട്ടെന്ന് ചിലപ്പോൾ നിഫ്റ്റി മൂവ് ആകാനുള്ള ചാൻസസ് ചിലപ്പോൾ കുറവാണ്. ചിലപ്പോൾ കുറച്ചും കൂടി വീണിട്ട് നിൽക്കാം ഇതേപോലെ. ഇപ്പോൾ ഇതാണ് പിന്നെ ഒരു കറക്ഷൻ, മേജറായിട്ട് കോവിഡിന് ശേഷം വന്ന കറക്ഷൻ. ഇതിലുള്ള ഒരു ബ്യൂട്ടി എന്താ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റി പിന്നെ വലിയ കറക്ഷനൊന്നും കൊടുക്കാതെ പിന്നെ ഒരൊറ്റ ജമ്പായിരുന്നു മേലോട്ട്. നോക്കിയേ, ചെറിയ ഫാള് വന്നു, ചെറിയ ഫാളുകൾ വന്ന്, ചെറിയ കയറ്റം വന്നു, ഇറക്കം വന്നു, പിന്നെ ഒരൊറ്റ അങ്ങോട്ട് പോകലായിരുന്നു. അപ്പോൾ ഈ പോക്ക് എന്ന് പറഞ്ഞാൽ ഇത് എത്ര ശതമാനം കയറി അത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര ശതമാനത ഈ ടോപ്പിൽ നിന്ന് നമുക്ക് വരച്ചു നോക്കാം. അത് ഈ ടോപ്പിൽ നിന്ന് ഇപ്പോൾ വീണിരിക്കുന്ന ഈ താഴെ വരെ, ഈ ലൈൻ വരെ, അല്ലേ? ഞാൻ ഇതിന്ന് കുറച്ച് ചെറുതാക്കുന്നു. ഇപ്പോൾ ഇത്രയും പോർഷൻസാണ് നിഫ്റ്റി, നമുക്ക് ഒരു റെഡ് കളർ കൊടുക്കാം. ഇതാ ഈ പോർഷനിൽ, അതായത് ഇതിൻ്റെ ടോപ്പിൽ കഴിഞ്ഞ സെപ്റ്റംബർ വരെ എടുത്തു കഴിഞ്ഞാൽ 42% ആ കറക്ഷന് നിഫ്റ്റി കയറിയത്. അപ്പോൾ നിങ്ങൾ ഒറ്റ ചോദ്യം കൊണ്ട് ഉത്തരം പറ. ഇപ്പോൾ ഇവിടെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു ഈ ടോപ്പ് പീക്കിൽ, ഒരാൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഏറ്റവും ബോട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതിൽ ബോട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാണ് 42% കിട്ടുന്നത്. ഇനിയിപ്പോൾ ടോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കോ അതും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ജസ്റ്റ് ചാർട്ടിലൊന്ന് നമുക്ക് വരച്ചു നോക്കാം. ടോപ്പിൽ ഇൻവെസ്റ്റ്, ടോപ്പ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു ബബിളിൻ്റെ ഇവിടെ അടുത്തെത്തുന്നവരെ, ഏകദേശം ഇതുവരെ
ഇതെല്ലാം നമ്മളിതിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ തന്നെ വരക്കാം. ഇതുവരെ, അതായത് ഇതല്ല, ഈ ലൈൻ നമുക്കൊന്ന് ചെറുതാക്കാം, കാരണം അല്ലെങ്കിൽ ഡയഗ്രാം ഒക്കെ പാടെ ഇതായിപ്പോവും, ക്ലാഷ് ആയിപ്പോവും. മേലെന്ന് ഈ ഒരു ലൈൻ ഇത് വന്നു. അപ്പോൾ ഈ ഒരു ലൈന് വരെ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് അല്ലേ, ഈ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ വരും, ഇതുവരെ ഈ ടോപ്പിൽ വരെ ഇൻവെസ്റ്റ് ചെയ്ത്, ഈ ടോപ്പിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ അയാൾ പൈസ ഒന്നും വിഡ്രോ ചെയ്തില്ല എങ്കിൽ അയാൾക്ക് കിട്ടുന്നത് 28% റിട്ടേൺ ആണ്. ഏറ്റവും താഴെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് കിട്ടുന്നത് എത്ര ശതമാനമാണ്? 42%. അപ്പോൾ 42% 28% വ്യത്യാസം നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം അല്ലേ, ഭയങ്കര വ്യത്യാസമാണ്. താഴെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 42%, ടോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 28%. ഇനി നമ്മുടെ സാധാരണക്കാരുടെ ഒരു അവസ്ഥ എടുക്കാം. നമ്മൾ ബോട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഒരു ചാൻസ് കുറവാണ്. കാരണം എന്താ, നമുക്ക് വീഴുമ്പോൾ നമുക്ക് പേടിയാണ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നിർത്താനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. എന്നാൽ ടോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ടോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ടോപ്പിൽ മാർക്കറ്റ് കയറി പോകുമ്പോൾ എല്ലായിടത്തും വാർത്തയിലും ടി വികളിലും ന്യൂസിലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഗുഡ് ന്യൂസാണ്. ഗുഡ് ന്യൂസ് വരുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവും, നമ്മൾ ക്യാഷ് ഇറക്കും. അപ്പോൾ ടോപ്പിൽ എന്തായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, താഴോട്ട് പോകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് നിർത്തും. പക്ഷേ കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ താഴോട്ട് പോകുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് താഴോട്ട് പോകുമ്പോൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യും, അടുത്ത താഴോട്ട് പോകുമ്പോൾ അടുത്ത ഗഡു ഇൻവെസ്റ്റ് ചെയ്യും. ഓരോ 500 പോയിൻറ്റ് നിഫ്റ്റി വീഴുമ്പോഴും ആളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അയാളുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്, അയാളിപ്പോൾ നിഫ്റ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ആവറേജ് വാല്യൂ എവിടെ വെക്കും? ഏറ്റവും ടോപ്പിലും ആവില്ല, ഏറ്റവും ഇതിലാവില്ല, ഏകദേശം ഈ ഒരു മിഡിൽ ഭാഗത്ത് വന്നിട്ട് ഇവിടെ നിൽക്കും. കാരണം അയാൾ ടോപ്പിലുള്ള ആളല്ല, കാരണം ടോപ്പിൽ ആൾ വന്നിരുന്നു, പക്ഷേ അയാൾ താഴോട്ട് പോയപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ ആവറേജ് വാല്യൂ കുറഞ്ഞു. താഴെ വന്നപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു, മേലെ വന്നപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ അയാളുടെ റിട്ടേൺ എത്ര ആയിരിക്കും? ജസ്റ്റ് നമുക്ക് ചാർട്ടിൽ നോക്കാം. അയാളുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു 33% അയാൾക്ക് കിട്ടുന്ന റിട്ടേൺ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇതിൽ ചെയ്യാൻ പറ്റുന്നത് താഴെ വരുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മേലെ വരുമ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ മേലെന്ന് താഴോട്ട് വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്നൊരു പിരിമുറുക്കുണ്ടാവും, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ളൊരു പേടി, അത് നമ്മൾ ഒഴിവാക്കണം. താഴോട്ട് വരുമ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നമ്മൾ SIP ഞാൻ മെയിനായിട്ടോട് ഉദ്ദേശിച്ചത്. SIP നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് കണ്ടിന്യൂ, അത് തുടർന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾ ETF അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ വാങ്ങിക്കുന്ന യൂണിറ്റിൻ്റെ ആവറേജ് വാല്യൂ കുറയും. നിങ്ങളെ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ETF യൂണിറ്റ് ഉണ്ട്, ആ ഓരോ ETF യൂണിറ്റിൻ്റെ എത്രയാണ് ഇപ്പോഴത്തെ അതിൻ്റെ ആവറേജ് പ്രൈസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ആവറേജ് പ്രൈസ് കുറയും, മുകളിലോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ പോകും. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആവറേജ് പ്രൈസ് കുറയുമ്പോൾ നമ്മൾ ഈ ചാർട്ടിൻ്റെ മിഡിൽ വരും. മിഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഇതുവരെ കിട്ടുന്ന ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 33% നമുക്കിവിടെ കിട്ടുന്നത്. 33% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു സംഖ്യ അല്ല അല്ലേ. 33% നമുക്ക് ഈ പോയിന്റിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് 33% ആണ് നമുക്കിവിടെ കിട്ടുന്ന ഗ്രോത്ത്. 33%. ഈ പോയിന്റിലാണെങ്കിലോ നമുക്ക് കിട്ടുന്ന ഈ പോയിന്റിലാണെങ്കിൽ 28%, ഏറ്റവും താഴെയാണെങ്കിൽ 42%. അപ്പോൾ ഏറ്റവും താഴോട്ട് നിഫ്റ്റി വീഴുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ആ മിഡിൽ വന്ന് നിൽക്കാമല്ലോ. 33% നമുക്ക് നിഫ്റ്റിയിൽ ഒരു റിട്ടേൺ വാങ്ങിക്കാൻ പറ്റുമെന്ന് പറയും. നോക്കണം, 2022 മെയ്യിൽ തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോൾ വിൽക്കരുത്. ഹോൾഡ് ചെയ്താൽ പോലും നമുക്ക് ടോപ്പിൽ വന്നപ്പോൾ എത്ര പെർസെൻറ്റേജാണ് കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ. അവിടെ നമുക്ക് ടോപ്പിൽ വന്നപ്പോൾ എത്ര പെർസെൻറ്റേജാണ് കിട്ടിയത്? ടോപ്പിൽ 28%, ആവറേജാണ് പറയുന്നത് 28%. ഇനി ബോട്ടത്തിലാണ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അയാളാണ് ഏറ്റവും ഇതിൽ ലോട്ടറി അടിക്കുന്ന ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 42% അല്ലേ. അപ്പോൾ 42% താഴെ വരുന്ന ആൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് താഴെ ചിലപ്പോൾ എത്തിക്കൊണ്ടെന്നില്ല, അല്ല ഏറ്റവും താഴെ ആർക്കും ഒരു ബോട്ടം പിടിക്കാൻ പറ്റില്ല. മേലെ പിടിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും, പക്ഷെ ആ മിഡിൽ നമുക്ക് വന്നുകൂടെ ഇല്ലേ. നമ്മൾ അല്പം ക്ഷമയോടെ, അല്പം ശാന്തതയോടെ മാർക്കറ്റ് വീഴുമ്പോൾ ദിവസവും പോർട്ട്ഫോളിയോ എടുത്തു നോക്കി ടെൻഷനാകുന്നതിന് പകരം അടുത്തൊരു 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ പൈസ ആവശ്യമില്ലെങ്കിൽ ചെറിയ തോതിൽ ETF യൂണിറ്റുകൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഈ 33% നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ മാർക്കറ്റ് ക്രാഷിൽ ടെൻഷൻ അടിക്കേണ്ട,
വറി ചെയ്യേണ്ട. ഈ ടൈമും കടന്നു പോയിട്ട് ഇത് ചിലപ്പോൾ ഇപ്പോൾ 12%, ഇത് വേണമെങ്കിൽ ഇനി ഒരു 18% വരാം. പക്ഷെ വരുമോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഓരോ 500 പോയിൻ്റ് വീഴുമ്പോഴും അല്പാൽപ്പം ഇൻവെസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ ഇതിൽ നല്ല റിട്ടേൺ ഉണ്ടാക്കാനുള്ള വഴി. ഇനി നമുക്ക് ഇതാണ് നിഫ്റ്റിയുടെ ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു. ഈ സമയത്ത് പാനിക് ആവുന്നവർക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ETF എന്ന് പറയുന്നത് നിഫ്റ്റി ബീസ് ആണ്. നിങ്ങൾക്കറിയാൻ പറ്റും ഇവിടെ പതാ നിഫ്റ്റി ബീസ് ഓൾമോസ്റ്റ് ഇവിടുന്ന് കറക്റ്റായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2022 കാലഘട്ടം ആ ഒരു കറക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇങ്ങോട്ടൊരു വലിയൊരു ജമ്പായിരുന്നു. അപ്പോൾ ആ 3 ഇയേഴ്സിൻ്റെ ചാർട്ടാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് ഈ ജമ്പാണ്. ഇപ്പോൾ ആ ജമ്പിൽ നിന്ന് അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് താഴോട്ട് വീണിട്ടുണ്ട്. പേടിക്കേണ്ട, ഇതിന് തിരിച്ച് കയറും. അതുകൊണ്ട് ഇത് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ കിട്ടുന്ന ഈ ഡിപ്പ്. കയ്യിലുള്ള പൈസ എല്ലാം കൂടി കൊണ്ടെടുത്ത് ക്വാണ്ടിറ്റി കുറച്ച്, അതായത് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിന് അനുസരിച്ചിട്ട് നിഫ്റ്റി ബീസ് യൂണിറ്റുകൾ വാങ്ങിക്കാൻ പറ്റും. ഇന്നിപ്പോൾ നിഫ്റ്റി ബീസ് ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞാൽ 259.5 ആണ് അല്ലേ. പക്ഷേ ഈ നിഫ്റ്റി ബീസ് എത്ര വരെ പോയിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ ഏകദേശം 200 ഇത്രയും ഇതിൻ്റെ ടോപ്സ് ഇതിൻ്റെ വാല്യൂ വരുന്നത് ഏകദേശം 290 വരെയൊക്കെ ഇത് പോയിട്ടുണ്ട് ഒരു സമയങ്ങളിലും. അപ്പോൾ അതുവരെയൊക്കെ പോവും. അപ്പോൾ ഇതിപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിലാണ്, ഓഫ് കോഴ്സ് ഇതൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ETF ഞാൻ പറഞ്ഞു, നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിഫ്റ്റിയിൽ 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒന്ന്. ഇനി അടുത്ത ETF എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ETF നെക്സ്റ്റ് 50 IETF എന്നടിക്കുക. ICICI പ്രൊഡൻഷ്യലിനാണ് നിഫ്റ്റി നെക്സ്റ്റ് 50 ETF. നിഫ്റ്റി 50 കഴിഞ്ഞ 50 കമ്പനി കഴിഞ്ഞാൽ പിന്നെ വരുന്ന 50 നെക്സ്റ്റ് 50 എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ കറക്ഷൻ സംഭവിച്ചിട്ടുള്ള ഒരു ETF. അപ്പോൾ ഇതിൻ്റെ ചാർട്ട് കണ്ടാൽ തന്നെ സത്യം പറഞ്ഞാൽ കൊതിയാവും. കാരണം ഈ അടുത്ത കാലത്തൊന്നും നല്ലൊരു വീഴ്ച വീണിട്ടില്ല. ഇപ്പോഴാണ് അത് കാര്യമായിട്ടൊന്നും കൂടി ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ETF ആണ് നെക്സ്റ്റ് 50 IETF. നിഫ്റ്റി ബീസിനേക്കാളും താഴ്ന്ന് കിടക്കുകയാണ്, നല്ല റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന അടുത്ത ETF ആണ് നെക്സ്റ്റ് 50 ETF. ഓക്കെ, അതായത് ഇതിൽ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ടോപ്പ് 50 കമ്പനിയാണ് ഇന്ത്യയിലുള്ള മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. അത് കഴിഞ്ഞിട്ടുള്ള 51 തൊട്ട് 100 വരെ വരുന്ന കമ്പനിയാണ് നെക്സ്റ്റ് 50. അപ്പോൾ ലാർജ് ക്യാപ്പ് സെഗ്മെൻറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നെക്സ്റ്റ് 50. ഇത് നിങ്ങളെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ പേര് അടിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാനിവിടെ അത് അടിച്ച് കാണിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് മിഡ് സെൽ IETF എന്ന് പറയും. ICICI പ്രൊഡക്ഷൻ്റെ മിഡ് സെല്ല് ഒന്നുകൂടി അടിക്കുക. അതോടെ മിഡ് സെൽ ETF, ICICI പ്രൊഡക്ഷൻ്റെ മിഡ് സെൽ IETF. നിങ്ങൾക്ക് ഇവിടെ മേലെ പേര് കാണാൻ പറ്റില്ല, ICICI പ്രൊഡൻഷ്യൽസ് S&P BSE 500 മിഡ് ക്യാപ്പിലുള്ള സെലക്റ്റഡ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മിഡ് ക്യാപ്പിൽ ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷെ വളരെ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതിനുള്ള കാരണം മിഡ് ക്യാപ്പ് വാല്യുവേഷൻ കൂടുതലാണ് എന്നുള്ളതാണ്. അതെന്താണ് വാല്യുവേഷൻ എന്നുള്ളത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം അതും കൂടി ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോയി കഴിഞ്ഞാൽ ഇത് ഒരുപാട് ലോങ് ആയിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഒന്ന് കമൻറ്റായിട്ട് പറഞ്ഞാൽ ഞാൻ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ മിഡ് ക്യാപ്പിൽ ഈ ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചൊന്ന് കുറക്കുക. അപ്പോൾ നിഫ്റ്റി ബീസ് വാങ്ങിക്കുന്നു, നെക്സ്റ്റ് 50 IETF വാങ്ങിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി അത്ര എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ ചെയ്യുക. ഇതിൽ കുറച്ച് വേണമെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാം. കാരണം ഇതിൻ്റെ വാല്യുവേഷൻ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാം. കാരണം ഇത് ഇനിയും താഴാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ കൂടുതൽ ചെയ്യേണ്ട, പക്ഷേ ഇത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ETF ആണ്. അടുത്തത് ഞാൻ പറയുന്നത് ഇത് മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിൽ വരുന്ന ETF ആയിരുന്നു. ICICI പ്രൊഡൻഷ്യലിൻ്റെ BSE S&P BSE 500 മിഡ് ക്യാപ്പ് കമ്പനികളിൽ വരുന്നതാണ്. അതായത് 101 തൊട്ട് 250 വരെ വരുന്നതാണ്. ഇനി നമുക്ക് വരുന്നത് സ്മാൾ ക്യാപ്പ് സെഗ്മെൻറ്റിൽ വരുന്ന HDFC SML 250 എന്ന് പറയും. HDFCയുടെ സ്മാൾ ക്യാപ്പിൽ ഞാൻ ഇത് മാത്രമേ വളരെ പോപ്പുലറായിട്ട് കണ്ടിട്ടുള്ളൂ, കൂടുതലൊന്നും ETF കണ്ടില്ല. ഇതും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ETF ആണ്. പേഴ്സണലി എൻ്റെ പോർട്ട്ഫോളിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രോഫിറ്റ് തന്നിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റി ബീസ്, അതേപോലെ നെക്സ്റ്റ് 50 IETF, പിന്നെ മിഡ് ക്യാപ്പിൽ ഒന്ന് പറഞ്ഞു, ഇപ്പോൾ സ്മാൾ ക്യാപ്പിൽ പറഞ്ഞു. ഇപ്പോൾ മിഡ് ക്യാപ്പ് വാല്യുവേഷൻ ഭയങ്കര കൂടുതലാണ്, കൂടുതൽ ചെയ്യണ്ട.
സ്മാൾ ക്യാപ്പിൽ വാല്യുവേഷൻ മിഡ് ക്യാപ്പിൻ്റെ അത്ര കൂടുതലല്ല, ബട്ട് സ്റ്റിൽ കൂടുതലാണ്. അതുകൊണ്ട് മിഡിലും സ്മാളിലും ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ജനുവരി 23 അപ്പോൾ ആ സമയത്ത് ഉള്ള ഡാറ്റ വെച്ചിട്ട്, ഈ സമയത്തുള്ള ഒരു ഡാറ്റ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇതിപ്പോൾ വാല്യുവേഷൻ കൂടുതലാണ്. അപ്പം ഇതിൽ ഇനിയും കറക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ തീരെ ചെയ്യണമെന്നല്ല, ചെറിയ ക്വാണ്ടിറ്റീസിലൊക്കെ ചെയ്യാം. പക്ഷേ ലാർജ് ക്യാപ്പിൽ വരുന്ന നിഫ്റ്റി 50, നിഫ്റ്റി നെക്സ്റ്റ് 50 ഒന്നും വാങ്ങിക്കുന്ന അത്രയും എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ പറഞ്ഞു എന്നുള്ളൂ, ഇത് നമ്മളെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കേണ്ട 4ാമത്തെ ETF ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ETF പറഞ്ഞു. ഇനി നമ്മൾ 5ാമത്തെ ETF കടക്കുന്നു. 5ാമത്തെ ETF എന്ന് പറഞ്ഞാൽ ആൽഫ 50 ETF ആണ്. നിഫ്റ്റി ആൽഫ 50. അത് നിഫ്റ്റി ആൽഫ അല്ല, കൊട്ടക്കിൻ്റെ ആണ്. കൊട്ടക് ആൽഫ 50. എന്തുകൊണ്ടാണ് എനിക്ക് വരാത്തത്? ഞാൻ ആൽഫ 50 നടിക്കട്ടെ. എനിക്ക് ഇവിടെ ആൽഫ എന്നാണെന്ന് തോന്നുന്നു. ആൽഫ 50 ഉണ്ട്. കൊട്ടക് നിഫ്റ്റി ആൽഫ 50 എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ അടിക്കേണ്ട കോഡ് ഇതാ ഇവിടെ ആൽഫ എന്നിവിടെ കാണിക്കുന്നുണ്ട്. കണ്ട ആൽഫ, അതിൻ്റെ പേര് കറക്റ്റ് കൊട്ടക് നിഫ്റ്റി ആൽഫ 50 എന്നാണ്. ഞാൻ കൊട്ടക് ആൽഫ 50 എന്നാണ്, അതുകൊണ്ടാണ് അത് ഡിറ്റക്റ്റ് ചെയ്യാതിരുന്നത്. ഇത് നമുക്ക് ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കയറ്റം അങ്ങോട്ട് കയറിപ്പോയി, ടക്കെന്നാണ് കയറിപ്പോയിട്ടുണ്ട്. അവിടെ നിന്ന് അത് അങ്ങോട്ടൊന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയ യൂണിറ്റുകളായിട്ട് ഇത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ, അതായത് ഈ ആൽഫ ജനറേറ്റഡ് റിട്ടേൺ എന്ന് പറയും. അതായത് ഇപ്പോൾ നിഫ്റ്റി 20% റിട്ടേൺ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് 22% റിട്ടേൺ തരുമോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതായത് എൻ്റെ കയ്യിലുള്ള ഒരു ETF നിഫ്റ്റി കൊടുക്കുന്നതിനേക്കാളും എത്ര ആൽഫ കൊടുത്തു, ആൽഫ എന്ന് പറഞ്ഞാൽ എത്ര എക്സ്ട്രാ റിട്ടേൺ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആൽഫ എന്ന് പറയുന്ന ആ ഫാക്ടർ കൂടിയ കമ്പനികളാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ 50 കമ്പനികൾ, ആൽഫ ഫാക്ടർ കൂടി നിൽക്കുന്ന 50 കമ്പനിയുടെ ETF ആണ് ആൽഫ 50 ETF എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ETF എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ 5ാമത്തെ ETF നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ETF ആണ് MOM 30I ETF, ICICI Prudentialsൻ്റെ 200 മൊമെൻറ്റം 30 ETF. ഇത് മൊമെൻറ്റം എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാൻഡ്, അതായത് ഈ സമയത്ത് മൊമെൻറ്റം കാണിക്കുന്ന അതായത് പെട്ടെന്ന് കയറി പോകുന്ന കമ്പനികളുടെ ചൂസ് ചെയ്ത് ആദ്യത്തെ ലാർജ് 200 കമ്പനികളിൽ നിന്ന് മൊമെൻറ്റം കാണിക്കുന്ന, പെട്ടെന്ന് ഗ്രോത്ത് കാണിക്കുന്ന 30 കമ്പനികളുടെ സെലക്ട് ചെയ്തിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നേരത്തെ കാണാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു ഫാൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ സമയത്ത് നമുക്കത് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു ETF ആണ് MOM 30I ETF. ഇനി ഈ വീഡിയോ സീരീസിൽ അവസാനത്തെ ETF എന്ന് പറയുന്നത് മോ വാല്യൂ ETF ആണ്. മോ വാല്യൂ ETF മോത്തിലാൽ ഓസ്വാലിൻ്റെ ETF ആണ്. മോത്തിലാൽ ഒസാസ് BNC എൻഹാൻസ്ഡ് വാല്യൂ ഫണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മോത്തിലാൽ ഓസ്വാൽ എൻഹാൻസ്ഡ് വാല്യൂ ETF, ഇതെന്ന് പറഞ്ഞാൽ വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ്. അതായത് ഇപ്പോൾ അണ്ടർ റേറ്റിങ്ങിൽ കിടക്കുന്ന കമ്പനി ആയിരിക്കും, പക്ഷേ ഫ്യൂച്ചറിൽ അത് ഗ്രോത്ത് ഉണ്ടായിരിക്കും. അതാണ് വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ആ കമ്പനിയുടെ ഫണ്ടമെൻറ്റ്സും കാര്യങ്ങളെല്ലാം സൂപ്പറായിരിക്കും, പക്ഷേ ഇപ്പോൾ അത് ഗ്രോത്ത് കുറച്ച് കുറഞ്ഞ് കിടക്കുന്നുണ്ട്. ആ കമ്പനി എന്തായിരിക്കും, ആ കമ്പനി അങ്ങനെ ഗ്രോത്ത് കുറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അങ്ങനത്തെ കമ്പനികളിൽ തേടി പിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ അതിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതാണ് ഈ വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിലും ഒരു ഡീസൻറ്റ് കറക്ഷൻ ഈ സമയത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ താഴ്ന്നാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്നാലും അത് കയറുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 7 ETF പറഞ്ഞു. ഒന്ന് നിഫ്റ്റി ബീസ്, നെക്സ്റ്റ് 50I ETF ഏത് സമയത്തും എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാം. മിഡ് സെലക്ട് ETF, പിന്നെ HDFCയുടെ സ്മാൾ ക്യാപ്പ്. ഇതൊക്കെ പറയുന്നത് പല സെഗ്മെൻറ്റിലുള്ള 4 ETF ആണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിനെ ബേസ് ചെയ്തുകൊണ്ട് 3 പറഞ്ഞു. ഒന്ന് ഫസ്റ്റിൽ ഞാൻ പറഞ്ഞത് ആൽഫ എന്ന് പറയുന്ന ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന കൊട്ടക് നിഫ്റ്റി ആൽഫ 50. അത് ആൽഫ എന്ന് പറയുന്ന
ആ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്, പിന്നെ മൊമെൻറ്റത്തിനെ ബേസ് ചെയ്തിട്ട്, പിന്നെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട്. ഇത് ഒക്കെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസാണ്. അപ്പോൾ ഈ പറഞ്ഞ വാല്യൂ ഇൻവെസ്റ്റിംഗ്, മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ്, ആൽഫ ഇൻവെസ്റ്റിംഗ്, അതിനെ ബേസ് ചെയ്തിട്ട് 3 അല്ലാത്തത് 4 അങ്ങനെ 7 സംഭവം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മിഡും സ്മാളും ഇപ്പോൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ബാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, നിഫ്റ്റി 50ലും നിഫ്റ്റി ബീസിലും നെക്സ്റ്റ് 50 IETFിലും ആയിരിക്കണം നമ്മുടെ കൂടുതൽ ഇൻവെസ്റ്റിംഗ്. കാരണം അത് ലാർജ് ക്യാപ്പാണ്, കൂടുതൽ സേഫാണ്, നമുക്ക് മാർക്കറ്റ് കറക്ഷനിലും ഭയങ്കരമായിട്ട് ഡൗൺ പോവില്ല. അപ്പം അത് നല്ല കമ്പനികളിൽ കൂടിച്ച്, അപ്പോൾ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ളതിനനുസരിച്ച് നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ച് നമുക്ക് ഓരോരോ പാർട്ടുകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സ്മാൾ ക്യാപ്പും മിഡ് ക്യാപ്പും അല്പം ഒന്ന് കുറച്ച് പിടിക്കുക. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഒരു ഏപ്രിൽ മെയ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇതൊന്ന് സ്റ്റേബിളായിട്ട് നല്ല കറക്ഷനൊക്കെ ഒന്ന് വന്ന് നിൽക്കും. ആ സമയത്ത് നമുക്ക് സ്മാൾ ക്യാപ്പും മിഡ് ക്യാപ്പൊക്കെ കുറച്ച് കൂട്ടി നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 7 ETF ടോപ്പായിട്ടുള്ള ഒരു 7 ETF ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക് വരേക്കും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.